മലയാളത്തിൽ സൂപ്പർ ഹിറ്റുകൾ എന്ന പേരിൽ ആഘോഷിക്കപ്പെട്ട സിനിമകൾ പലതും യഥാർത്ഥത്തിൽ ഹിറ്റുകളായിരുന്നില്ല. വ്യാജ കണക്കുകളിലൂടെയാണ് അവ ഹിറ്റാണെന്ന് വരുത്തി തീർത്തത്. അതിനായി വ്യാജ ടിക്കറ്റ് കളക്ഷൻ സൃഷ്ടിക്കുന്ന ലോബിയുടെ സഹായം സിനിമാ വ്യവസായ മേഖലയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. മലയാള സിനിമയെ കള്ളപ്പണ ഇടപാടിനെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ തുടങ്ങിയതോടെയാണ് മലയാള സിനിമ കളക്ഷൻ സ്വിച്ചിട്ട് പോലെ നിന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കമാണിപ്പോൾ എൻഫോഴ്സ്മെന്റ് നടത്തുന്നത്. മലയാള സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടിയതിന് പിന്നാലെയാണ് മറ്റു മലയാള സിനിമകളിലേക്കും അന്വേഷണം നീളുന്നത്. അതായത് കോടികൾ നേടിയെന്ന് അവകാശപ്പെടുന്ന സിനിമകളുടെയും നിർമ്മാതാക്കളും വിതരണക്കാരും കുടുങ്ങും. അതേസമയം ഓൺലൈൻ ബുക്കിംഗിൽ വൻ കള്ളത്തരങ്ങളാണ് അരങ്ങേറുന്നതെന്ന് എഴുത്തുകാരൻ ജിതിൻ ജേക്കബ് പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ മലയാള സിനിമയുടെ റിവ്യൂവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സിനിമകൾക്കെതിരെ നെഗറ്റീവ് റിവ്യൂ നൽകാതിരിക്കാൻ യൂട്യൂബർമാർ വൻതുക ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് നിർമ്മാതാക്കളുടെ പരാതി. മലയാളത്തിലെ മുൻനിര സിനിമാ റിവ്യൂ യൂട്യൂബർമാർക്കെതിരെയാണ് നിർമ്മാതാക്കൾ EDയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇവർ നടത്തുന്ന പണമിടപാടുകളുടെ വിശദാംശങ്ങളും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അന്വേഷിക്കണമെന്ന് നിർമ്മാതാക്കൾ EDയോട് ആവശ്യപ്പെടുന്നത്. ഇടനിലക്കാർ മുഖേനയാണ് യൂട്യൂബർമാർ പണം കൈപ്പറ്റുന്നതെന്നാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നത്. നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ 5 ലക്ഷം രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും നിർമ്മാതാക്കൾ പറയുന്നു. സി ന്യൂസ്, കോഴിക്കോട്.